പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. വളരെ നേരത്തെ തന്നെ വിശ്വാസികൾ പള്ളികളിലെത്തിയിരുന്നു. മനുഷ്യനെ പരിവർത്തിപ്പിക്കാനുള്ള പരിശീലനമാണ് നോമ്പിലൂടെ ദൈവം ലക്ഷ്യമിടുന്നതെന്ന് പള്ളികളിൽ ഇമാമുമാർ ഓർമ്മിപ്പിച്ചു. ശരീരത്തിലെ ഓരോ അവയവത്തെയും നിയന്ത്രിക്കാനാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാത്തപക്ഷം നോമ്പ് കേവലം പട്ടിണി കിടക്കൽ മാത്രമായി ചുരുങ്ങിപ്പോകുമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണെന്ന ബോധത്തോടെ ഖുർആനെ പഠിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികൾ തയ്യാറാകണമെന്ന് മേലെ പട്ടാമ്പി ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിസ് അസ്കർ മാഹിരി പറഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നത് ഈ മാസത്തിലാണ്, ഖദറിന്റെ ദിവസത്തിലാണ്, ലൈലത്തുൽ ഖദറിന്റെ അന്നാണ്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാവിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ ഞാൻ ഇറക്കിയിരുന്നു. നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണെന്ന പ്രവാചക വചനം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. റമദാന്റെ വിശുദ്ധിയെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത്. കെ ന്യൂസ്, പട്ടാമ്പി.